സോ നമുക്ക് ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോവാം. സോ നെക്സ്റ്റ് അക്കൗണ്ടൻസി ആണ്. അപ്പോൾ അക്കൗണ്ടൻസിയിൽ എനിക്ക് നെക്സ്റ്റ് ഇനി എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സിൽ എനിക്ക് 70 ഔട്ട് ഓഫ് 80 ആണ്. എക്കണോമിക്സിൽ എനിക്കിത് പിന്നെ എന്തെങ്കിലും ആവട്ടെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഹിന്ദിയിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ മാർക്കാണ് നോക്കുന്നത്. ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ് ഓഫ് SR വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് നല്ലപോലെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ പോലും പറയാം. എൻ്റെ വോയിസ് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇനി സൗണ്ടൊന്നും വന്നിട്ടില്ല, സൗണ്ടൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സൗണ്ടൊക്കെ ശരിയായിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ള സൗണ്ടിൽ അങ്ങ് പറയാം അത്രയും. അപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പേഴ്സ് കിട്ടിയോ, മാർക്ക് പറയുമോ, ഹെൽപ്ഫുൾ ആവുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എന്താ ചെയ്യാൻ ഇത്ര ലേറ്റായെന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെയും അക്കൗണ്ടൻസിയുടെ പേപ്പർ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അക്കൗണ്ടൻസിയുടെ പേപ്പർ എനിക്ക് ഇന്നലെ കിട്ടി. ബിസിനസ്സിൻ്റെതാണെങ്കിൽ ഇനിയും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും മോഡൽ എക്സാമിൻ്റെ ടൈം ആവും അപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിസിനസ്സിൻ്റെ പേപ്പർ എപ്പോഴാണ് കിട്ടുന്നത് ആ ഒരു ടൈമിൽ അതൊന്നിക്കിൽ ഒരു വേറൊരു വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഞാൻ ആ ഒരു മാർക്ക് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ കിട്ടിയ പേപ്പേഴ്സിൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. സോ നമ്മുടെ പേപ്പേഴ്സ് ഇതിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുകയാണ്, ഇഫ് യു ആർ വാച്ചിങ് അവർ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, ഐ എം എ +1 കോമേഴ്സ് സ്റ്റുഡൻറ്റ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയ പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ കുറവ് മാർക്ക് കിട്ടിയതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പേപ്പർ സിമ്പിളായിരുന്നു, അതായത് കുഴപ്പമില്ല, കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നല്ലപോലെ പഠിച്ചൊരു കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു ഒക്കെ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് 3 ദിവസം അങ്ങനെ അടിപൊളിയായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ലാസ്റ്റ് ദിവസം ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ടാണ് ഇത്രയും മാർക്ക് മേടിച്ചിട്ടുണ്ടായത്. അതാണ് സത്യം. അപ്പോൾ എനിക്ക് ആ ഒരു സ്വിച്ചിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ലാസ്റ്റിലേക്ക് ആ ഒരു C++ൻ്റെ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ എഴുതാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ വൃത്തിക്ക് ഞാനങ്ങ് ഇരുന്ന് പഠിച്ചിട്ടുമില്ല. സോ അതുകൊണ്ടാണ് എനിക്ക് 46 കിട്ടിയിട്ടുണ്ടായത്, 46 ഔട്ട് ഓഫ് 60. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആരെയും ഒരു മാർക്കൊക്കെ ഉണ്ട്, പിന്നെ ഞാനത് ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് എനിക്ക് 42 എന്തോ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. പിന്നെ എവിടെയെല്ലാം 4 മാർക്കൊക്കെ കൂട്ടാനുണ്ടായിരുന്നു, അങ്ങനെയാണ് 46 ആയിട്ടുണ്ടായത്. ഇനിയും നോക്കിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഇത് ജസ്റ്റ് ഒരു ക്രിസ്മസ് എക്സാം അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, വൃത്തിക്ക് എഴുതിയിട്ട് മാർക്ക് വാങ്ങുന്നതിലല്ലേ കുറച്ചുകൂടെ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മാർക്ക് തന്നെ ഓക്കെ ആയത്. സോ അപ്പോൾ അതാണ് സംഭവം. പിന്നെന്താണ്, ഇതാണ് എൻ്റെ പേപ്പർ. അത്ര തന്നെ, വേറെ പറയാനൊന്നുമില്ല. എനിക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഇവിടെ ഈ ഒരു 11011 ആ ഒരു ബൈനറി ആക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് മിക്സായി പോയിട്ടും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻറ്റീജർ ഡാറ്റ പിന്നെ അൽഗോരിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്, അതിനൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. ഇൻസിനറേഷൻ അങ്ങനെ EBSനെ പറ്റിയിട്ടുള്ളതൊക്കെ ഞാൻ വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്താ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പേപ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കുറച്ചുകൂടെ ടഫാണ് എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞ അക്കൗണ്ടൻസിയുടെ പേപ്പറാണ്. അപ്പോൾ 52 ഔട്ട് ഓഫ് 60 ആണ്. അപ്പോൾ അക്കൗണ്ടൻസിയിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ പേപ്പർ ഒന്നാമത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പേപ്പറിൽ എങ്ങനെ 52 കിട്ടിയെന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞ സംശയമാണ്. ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചത് അറ്റ്ലീസ്റ്റ് ഒരു 40+ മാർക്ക് കിട്ടിയാൽ തന്നെ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ 52 കിട്ടിയെന്ന് നോക്കിയാൽ ഞാൻ ആ ഒരു റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പകുതി ആണെങ്കിലും അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുത്തിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുത്താണ്ട് ഞാൻ അത്ര വരെ സ്റ്റെപ്പ് ചെയ്തത് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് കിട്ടിയത്. പിന്നെ കുറേ ഈ ഒരു 1 വേർഡിലൊക്കെ 6 മാർക്കാണ്, അതായത് 8 മാർക്കിൻ്റെ ക്വസ്റ്റിന് 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 2-3 കുറച്ച് തെറ്റിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ട്രയൽ ബാലൻസ് ഒക്കെ ടാലി ആവാണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അത്ര വരെ എഴുതിയ സ്റ്റെപ്പ് കറക്റ്റ് ആയതുകൊണ്ടാണ് ആ ഒരു മാർക്സൊക്കെ കിട്ടിയിട്ടുണ്ടായത്. അതാണ് അക്കൗണ്ടൻസിയിൽ പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇവിടുന്ന് മാർക്ക് കിട്ടിയേ എന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ BR സ്റ്റേറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ എൻ്റെത് തെറ്റാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേങ്കിൽ എങ്ങനെയൊക്കെയോ BR സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അക്കൗണ്ടൻസിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. 52 ഔട്ട് ഓഫ് 60. നെക്സ്റ്റ് ഇനി എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സിൽ എനിക്ക് 70 ഔട്ട് ഓഫ് 80 ആണ്. എക്കണോമിക്സിൽ എനിക്കിത് കുറച്ചൊരു
അത്ര ഇഷ്ടമായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ എഴുതിയ എക്സാമാണ് എക്കണോമിക്സ്, മുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എക്കണോമിക്സ് അങ്ങനെ അധികമായിട്ട് മാർക്കൊന്നും അതായത് ഞാൻ എഴുതിയതിനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻസിനൊക്കെ മാർക്ക് മിസ് കുറച്ചിട്ടുണ്ട്. 2.5 3.5 അങ്ങനെയൊക്കെയാണ് ഇട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാർക്ക് കുറഞ്ഞതാണ്. ഒരു 72 കിട്ടിയിട്ടുണ്ടെങ്കിൽ A+ ആവുമായിരുന്നു. പക്ഷേ A+ ഇല്ല, 70 മാർക്കേ ഉള്ളൂ. പിന്നെ എക്കണോമിക്സ് ഞാൻ അത്ര എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. തലേന്ന് ഇരുന്നിട്ടാണ് ഞാൻ ഇത്ര മാർക്ക് മേടിച്ചത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ 70 കിട്ടിയതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട്. പിന്നെ 70 ശരിക്കും കുറച്ചുകൂടെ മാർക്ക് കിട്ടേണ്ടതായിരുന്നു. ഞാൻ ഒരു 75 എങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ച പേപ്പറായിരുന്നു എക്കണോമിക്സ്. കാരണം ഞാൻ അത്രയ്ക്കും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയൊരു പേപ്പറാണ് എക്കണോമിക്സ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഹിന്ദിയിലേക്ക് പോകാം. ഹിന്ദിയും ഇംഗ്ലീഷും എനിക്ക് സെയിം മാർക്ക് തന്നെയാണ്, 78 ആണ്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓൾറെഡി ജസ്റ്റ് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 84 ഉണ്ടായിരുന്നു. അതായത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയതുകൊണ്ട് 84 വന്നത്. 80 ഉള്ളൂ, പക്ഷേ 84 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടെ നമ്മളെ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 78 ആണ് എനിക്ക് മാർക്ക് കിട്ടിയത്. എനിക്ക് ഫിലിമി സമീക്ഷയിൽ ഒരു മാർക്ക് കുറച്ചുണ്ടായിരുന്നു. ഫിലിമി സമീക്ഷയിൽ 7 മാർക്കാണ് കിട്ടിയത്. 8 മാർക്ക് കിട്ടുന്നിടത്ത് 7 മാർക്കും പിന്നെ വേറെ എവിടെയോ പോസ്റ്റ് എന്നാന്ന് തോന്നുന്നു ഇവിടെ 7 മാർക്ക് കിട്ടേണ്ട 8 മാർക്ക് കിട്ടേണ്ട അടുത്ത് 7 മാർക്ക് അങ്ങനെ എന്തോ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ആ ഒരു 78 ആയത്. അപ്പോൾ ഹിന്ദി എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ് സബ്ജക്റ്റ് കുഴപ്പമില്ലാണ്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അപ്പം അതാണ് ഹിന്ദിയിലെ മാർക്ക്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ മാർക്കാണ് നോക്കുന്നത്. ഇംഗ്ലീഷ് എനിക്ക് 77.5 ഔട്ട് ഓഫ് 80 ആണ്. അപ്പോൾ എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാമറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 6ഉം അറ്റൻഡൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 1 തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ട്രാവൽ എസ്സേയിൽ ഒരു മാർക്ക് കുറച്ചുണ്ടായിരുന്നു. 8 കിട്ടുന്നിടത്ത് 7 ആണ് കിട്ടിയത്. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഒരു അരമാർക്ക് എന്തോ പോയിട്ടുണ്ട്. ഇവിടെ ഒരു ലെറ്റർ എന്തോ എഴുതിയപ്പോൾ അരമാർക്ക് കൂടെ കുറച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണ് 78 കിട്ടിയിട്ടുള്ളത്, അതായത് 77.5. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് കുഴപ്പമില്ല. കാരണം ഇംഗ്ലീഷ് ഞാൻ 70+ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ 78 എത്തുമെന്ന് വിചാരിച്ചില്ല. കാരണം പൊതുവെ ഇംഗ്ലീഷിനാണെങ്കിലും ഹിന്ദിക്കാണെങ്കിലും മിസ്സുമാർ അങ്ങനെ മാർക്ക് അധികം വാരി ഇട്ട് തരാറില്ല. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഇംഗ്ലീഷ് കുഴപ്പമില്ലാണ്ട് മിസ്സ് നല്ലപോലെ മാർക്ക് തന്നിട്ടുണ്ടായിരുന്നു എസ്സേ എഴുതിയതിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് 78 ഉള്ളത്. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും കുഴപ്പമില്ലാത്ത പേപ്പേഴ്സാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് റിവ്യൂവിൽ. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് കിട്ടിയ മാർക്കും അത്ര കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അക്കൗണ്ടൻസിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഞാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ എക്കണോമിക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തിക്ക് എസ്സേ എഴുതാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു 70 കിട്ടിയിട്ടുള്ളത്. ബിസിനസ്സിൻ്റെ പേപ്പർ കിട്ടാത്തതുകൊണ്ട് നമുക്കറിയില്ല അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ബിസിനസ്സിൻ്റെ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി പേപ്പർ കിട്ടിയിട്ട് ഞാൻ ഒന്നുകിൽ ഷോർട്സ് ആയിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ലോങ് വീഡിയോയിലോ ഇല്ലെങ്കിൽ ഒന്നുകിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്യാം. പിന്നെ ഒരു ഡെയിലി വ്ളോഗിലോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്സൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മളൊരു ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 25 days ചാലഞ്ച്. അപ്പോൾ ആ ഒരു ചാലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹെൽത്ത് തീരെ ഓക്കെ അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഹെൽത്ത് കുറച്ചൊന്ന് ഓക്കെ ആയി വന്നതിന് ശേഷം മാത്രമേ എന്താണെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തോ, എങ്ങനെയുണ്ട്, പഠിക്കാനൊക്കെ തുടങ്ങിയോ, നിങ്ങളുടെ മാർക്സൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു മാർക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആരും പഠിപ്പിയാണ് അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ട് കിട്ടിയ മാർക്കാണെന്നൊന്നും ഞാൻ പറയൂല. കാരണം ഞാൻ തലേന്നിരുന്ന് പഠിച്ചിട്ടും പിന്നെ ഇടയ്ക്കിടെ ഇരുന്നൊക്കെ പഠിച്ചതിൻ്റെ മാർക്കൊക്കെയാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇതുവരെയായിട്ട് കിട്ടിയ മാർക്സിൽ ഞാൻ ഓക്കെ ആണ്. നിങ്ങൾക്കിപ്പം കിട്ടിയ മാർക്സ് ഭയങ്കര കുറവാണെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ആണെങ്കിലും ഡോണ്ട് വറി, ഇനി പഠിച്ചാലും നല്ലപോലെ മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കണ്ടൻസൊക്കെ വേണ്ടതെന്നുള്ളത് കൂടെ കമൻറ്റിൽ പറയാം. അപ്പോൾ വീഡിയോയിൽ വോയിസ് കുറച്ച് അത്ര അടിപൊളിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ പ്ലീസ് ടോളറേറ്റ് ഇറ്റ്, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. സൗണ്ട് വൃത്തിക്ക് ഇനിയും വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.